ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എ സ്ക്വയർ ആൻഡ് എ ക്യൂബ്. 8th CBSE മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ആദ്യത്തെ മെത്തേഡാണ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ വഴി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഇതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാ മക്കളെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഓഡ് നമ്പറിന്റെ സം എത്രയാ? ആദ്യത്തെ ഒരു ഓഡ് നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഓഡ് നമ്പറാണ്. ആദ്യത്തെ ഒരു ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിന്റെ സം എന്ന് പറഞ്ഞാൽ 1 തന്നെ. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ആദ്യത്തെ രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാ? 1 + 3 എത്രയാ? 4 അല്ലെ. ആദ്യത്തെ മൂന്ന് ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാ? 1 + 3 + 5 എത്രയാ? 9. ആദ്യത്തെ നാല് ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാ? 1 + 3 + 5 + 7 16 ആണ് അല്ലെ. അതായത് ആദ്യത്തെ ഒരു ഓഡ് നമ്പറിന്റെ സമ്മ് 1, രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ അത് അതിന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, മൂന്ന് ഓഡ് നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ 3ന്റെ സ്ക്വയർ 9 ആണ് വരുന്നത് സമ്മായിട്ട്. നാല് ഓഡ് നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ 4ന്റെ സ്ക്വയർ 16 ആണ് സമ്മായിട്ട് വരുന്നത്. അതായത് ആദ്യത്തെ എത്ര ഓഡ് നമ്പേഴ്സിന്റെ സം ആണോ നമ്മൾ എടുക്കുന്നത് ആ എത്ര നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലേ ഇത്ര എണ്ണം. ആദ്യത്തെ 7 ഓഡ് നമ്പേഴ്സിന്റെ സം ദാറ്റ് ഈസ് 7 സ്ക്വയർ. ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ അത് 10 സ്ക്വയർ 100 ആണ്. ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ അത് n സ്ക്വയർ ആണ്. അതായത് എത്ര എണ്ണമാണോ ആദ്യത്തെ നമ്മൾ എടുക്കുന്നത് ആ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും സം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ വഴി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തഡാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. റൂട്ട് 81 കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയണോ? 81 എന്ന് ആദ്യത്തെ ഓഡ് നമ്പർ മൈനസ് ചെയ്യാം. 81 - 1 എത്രയാ? 80. ഇനി ആ കിട്ടിയ ആൻസറിൽ നിന്ന് അടുത്ത ഓഡ് നമ്പർ മൈനസ് ചെയ്യാം. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ എത്രയാ? 3. ദാറ്റ് ഈസ് 77. ഓക്കെ അല്ലേ. 77 ആ കിട്ടിയ ആൻസറിന് അടുത്ത ഓഡ് നമ്പർ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 5. 72 കിട്ടും. 72 അടുത്ത ഓഡ് നമ്പർ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 7. 7 മൈനസ് ചെയ്താൽ 65. 65 അടുത്ത ഓഡ് നമ്പർ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 9. 65 9 മൈനസ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? 56 അല്ലേ. 56. 56 അടുത്ത ഓഡ് നമ്പർ 11 മൈനസ് ചെയ്യാം. അപ്പോൾ 45 ആൻസർ കിട്ടും. 45 അടുത്ത ഓഡ് നമ്പർ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 13 മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 35 32. 32 അടുത്ത ഓഡ് നമ്പർ മൈനസ് ചെയ്യുക. 32 - 15. 32 - 15 ചെയ്താൽ 17 കിട്ടും. 17 നിന്ന് അടുത്ത ഓഡ് നമ്പർ 15 കഴിഞ്ഞ അടുത്ത ഓഡ് നമ്പർ എത്രയാ? 17 ആണ് അല്ലേ. 17 സബ്ട്രാക്ട് ചെയ്യുക. 0 കിട്ടും. 0 കിട്ടുന്നവരെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. 0 കിട്ടുന്നവരെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ നിർത്തുക. നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എത്ര സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 9 സ്റ്റെപ്പ് അല്ലേ ഉള്ളത്. സോ 9 ആണ് ആൻസർ. 9 ആണ് ആൻസർ. അതായത് റൂട്ട് 81 എന്ന് പറഞ്ഞാൽ 9 ആണ് ആൻസർ. റൂട്ട് 81 ചെറിയ നമ്പറാണ്, നമുക്കറിയാം 9 ആണെന്ന്. പക്ഷേ ഞാൻ പറയാം ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. വേറെ യൂസ് ചെയ്ത് നോക്കിയാലോ? ചെറിയ യൂസ് ചെയ്ത് നോക്കാം. റൂട്ട് 36 ഇങ്ങനെ ചെയ്ത് നോക്കാം. റൂട്ട് 36 നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 36 ആദ്യത്തെ ഓഡ് നമ്പർ ആയിട്ടുള്ള 1 മൈനസ് ചെയ്തു. സോ 35 കിട്ടി. 35 അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 3 സബ്ട്രാക്ട് ചെയ്തു. അപ്പം 32 കിട്ടി. 32 അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 5 സബ്ട്രാക്ട് ചെയ്തു. 27 കിട്ടി. 27 അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 7 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 20 കിട്ടി. 20 നിന്ന് അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 11 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 അല്ല 9. 7 കഴിഞ്ഞാൽ 9 അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 11 കിട്ടി. 11 നിന്ന് അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 9 കഴിഞ്ഞാൽ 11 ആണ്. 0 കിട്ടി. 11 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 0 കിട്ടി. എത്ര സ്റ്റെപ്പ് ഉണ്ട്? 1 2 3 4 5 6 സ്റ്റെപ്പ്. സോ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി നമുക്ക് വേറെ യൂസ് ചെയ്ത് നോക്കാവേ. ശ്രദ്ധിച്ചേ. റൂട്ട് 30. 30 നിന്ന് ആദ്യത്തെ ഓഡ് നമ്പർ ആയിട്ടുള്ള 1 സബ്ട്രാക്ട് ചെയ്തു. 29. 29 അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 3 സബ്ട്രാക്ട് ചെയ്തു. 26. 26 അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 5 സബ്ട്രാക്ട് ചെയ്തു. 21. 21 അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 7 സബ്ട്രാക്ട് ചെയ്തു. ദാറ്റ് ഈസ് 14. 14 അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 9 സബ്ട്രാക്ട് ചെയ്തു. ദാറ്റ് ഈസ് 5. 5 അടുത്ത ഓഡ് നമ്പർ ആയിട്ടുള്ള 11 സബ്ട്രാക്ട് ചെയ്തു. ദാറ്റ് ഈസ് -6. അതായത് 0 വന്നില്ല. 5 ആണ് ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ വന്നത്. പിന്നെ 0 വരുന്നില്ല. പിന്നെ നേരെ മൈനസിലോട്ട് പോയി. 0 വരുന്നില്ല. ദാറ്റ് മീൻസ് ഒന്നുകിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല. ആ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 30 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ ആയിട്ടാണോ 30 വരുന്നത്? അല്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരാത്തത്? ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്, 0 വരാത്തത്. അപ്പോൾ ഇതിന് ആൻസർ ഇല്ല. കാരണം റൂട്ട് 30 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂസ് ഇല്ല. അതിനൊരു ആൻസർ ഇല്ല. കാരണം 30 എന്ന് പറയുന്ന നമ്പർ ഒരു സ്ക്വയർ നമ്പർ അല്ല, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ. അപ്പോൾ അതല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളത് നമ്മൾ ചെയ്ത സ്റ്റെപ്പിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ ഈ ഒരു മെത്തേഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഈ മെത്തേഡിന് ഇങ്ങനെ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡിന് ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പം റൂട്ട് 36 ചെറിയ ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് നമുക്ക് 6 സ്റ്റെപ്പിൽ കഴിഞ്ഞു. റൂട്ട് 81 കുറച്ചുകൂടെ വലിയ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ടിരുന്നു. 9 സ്റ്റെപ്പ് എഴുതേണ്ടിരുന്നു. എന്നാൽ ഒരു റൂട്ട് 256 ഒക്കെ ആണെങ്കിൽ എന്താ അവസ്ഥ? എത്ര എഴുതേണ്ടി വരും? റൂട്ട് 1000ന്റെ മേലുള്ള നമ്പർ ആണെങ്കിലോ എത്ര സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ടി വരും? 2 പേജ് സ്റ്റെപ്പ് എഴുതേണ്ടി വരില്ലേ? അത് ആക്ച്വലി ബുദ്ധിമുട്ടല്ലേ? ആണ്.
ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ഈ മെത്തേഡിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള വേറെ കുറേ മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഈ അക്കാദമിക്കിൽ തന്നെ ഈ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് വേറെ മെത്തേഡ്സൊക്കെ. അതൊക്കെ നമ്മൾ മറ്റു പല വീഡിയോസിലായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് ഈ അക്കാദമിക് ഇയറിൽ 8th CBSEയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം റെക്കോർഡഡ് ക്ലാസ്സുകളും സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബാച്ചാണ് സൈലത്തിൻ്റെ യോധ ബാച്ച് എന്ന് പറയുന്നത്. യോധ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കാദമിക് ഇയർ മുഴുവൻ വേണ്ട കംപ്ലീറ്റ് ക്ലാസ്സുകളും കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നിരിക്കുകയാണ്. 9th ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറി, അടുത്ത കൊല്ലം 10th ടെക്സ്റ്റ് ബുക്ക് മാറുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് ആണ് CBSE ഇതിനോടനുബന്ധിച്ച് കൊണ്ടുവരുന്നത്. എക്സാം പാറ്റേൺ തന്നെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ടെക്സ്റ്റ് ബുക്കിന് കംപ്ലീറ്റ് പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സപ്പോർട്ട് തരാനും ഏറ്റവും മികച്ച ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനും ഞങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. സോ എല്ലാ മക്കളും കൃത്യമായിട്ട് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഈ അക്കാദമിക് ഇയർ പഠിച്ചിട്ട് ഏറ്റവും മികച്ച റിസൾട്ട്സിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഓൾ ദ ബെസ്റ്റ്.